സർക്കാരിന്റെ മദ്യനയത്തിന് ഹൈക്കോടതിയുടെ ഭാഗിക അംഗീകാരം. നയം ചോദ്യം ചെയ്ത് 2 സ്റ്റാർ 3 സ്റ്റാർ ബാർ ഉടമകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. എന്നാൽ 4 സ്റ്റാർ ഹെറിറ്റേജ് വിഭാഗത്തിൽപ്പെട്ട ബാറുകളുടെ ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്ന മദ്യനയത്തിലെ വ്യവസ്ഥ ഹൈക്കോടതി റദ്ദാക്കി. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് 2 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി തള്ളിയതോടെ 2 സ്റ്റാർ 3 സ്റ്റാർ വിഭാഗത്തിൽപ്പെട്ട ബാറുകൾ ഇന്ന് രാത്രി പൂട്ടും. മദ്യനയം ചോദ്യം ചെയ്ത് ബാറുടമകൾ സമർപ്പിച്ച 82 ഹർജികളിലാണ് ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചത്. മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ 2 സ്റ്റാർ 3 സ്റ്റാർ ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്ന സർക്കാർ തീരുമാനം റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. എന്നാൽ 4 സ്റ്റാർ ഹെറിറ്റേജ് വിഭാഗത്തിൽപ്പെട്ട ബാറുകളുടെ ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്ന സർക്കാർ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. ഇതോടെ സംസ്ഥാനത്ത് 4 സ്റ്റാർ ഹെറിറ്റേജ് 5 സ്റ്റാർ വിഭാഗത്തിൽപ്പെട്ട ബാറുകൾ മാത്രമേ ഇനി പ്രവർത്തിക്കുകയുള്ളൂ. 4 സ്റ്റാർ ഹെറിറ്റേജ് വിഭാഗത്തിൽപ്പെട്ട ബാറുകളുടെ കാര്യത്തിൽ സർക്കാർ നയം വിവേചനപരമാണെന്ന വാദം കോടതി അംഗീകരിച്ചു. എന്നാൽ ഈ വാദം 3 സ്റ്റാർ 2 സ്റ്റാർ ബാറുകൾക്ക് ബാധകമല്ലെന്ന് ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് വർഷം തോറും മദ്യ ഉപഭോഗം കൂടി വരികയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ചാരായ നിരോധനവും മദ്യത്തിന്റെ അധിക നികുതിയും ഉപഭോഗം കുറയ്ക്കാൻ കാരണമായിട്ടില്ല. എന്തുകൊണ്ടാണ് മലയാളികൾ ഈ ശീലം പിന്തുടരുന്നത് എന്ന് പരിശോധിക്കേണ്ടതാണെന്നും കോടതി പറഞ്ഞു. വനിതാ സംഘടനകളടക്കം മദ്യനിരോധനത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന കാര്യവും കോടതി എടുത്തു പറഞ്ഞു. പെട്ടെന്ന് മദ്യനിരോധനം ഏർപ്പെടുത്തുന്നത് മറ്റു ലഹരി വസ്തുക്കളിലേക്ക് മദ്യപർ തിരിയാൻ കാരണമാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് 2 ആഴ്ചത്തേക്ക് തടയണമെന്നാവശ്യപ്പെട്ട് ബാർ ഉടമകൾ നൽകിയ അടിയന്തര ഹർജി ഹൈക്കോടതി തള്ളി. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിക്കാൻ അവസരം നൽകുന്നതിനു വേണ്ടി 2 ആഴ്ചത്തേക്ക് സിംഗിൾ ബെഞ്ച് വിധി നടപ്പാക്കുന്നത് തടയണമെന്നായിരുന്നു ബാർ ഉടമകളുടെ ആവശ്യം. എന്നാൽ അഡ്വക്കേറ്റ് ജനറൽ ഈ ആവശ്യത്തെ ശക്തമായി കോടതിയിൽ എതിർത്തു. ബാർ ഉടമകളുടെ ഈ ആവശ്യവും തള്ളിയതോടെ 2 സ്റ്റാർ 3 സ്റ്റാർ ബാറുകൾക്ക് ഇന്ന് തന്നെ താഴ്വീഴും. സിംഗിൾ ബെഞ്ച് വിധി വരാനിരിക്കുന്ന നിയമ പോരാട്ടങ്ങളുടെ തുടക്കമാണ്. ബാറുടമകൾ നാളെ തന്നെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചേക്കാം. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിനും ഇനി ജോലികൾ ബാക്കിയുണ്ട്. ഹൈക്കോടതിയിൽ നിന്നും എസ് വിജയകുമാർ, റിപ്പോർട്ടർ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ അജയ് തറയിൽ, ശ്രീ ജേക്കബ് ജോർജ്, ഫാദർ പോൾ തേലക്കാട്ട്, ശ്രീ ജോണി നെല്ലൂർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, 2 സ്റ്റാർ 3 സ്റ്റാർ ബാർ ഉടമകളുടെ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചില്ല. അതേസമയം 4 സ്റ്റാർ ബാർ ഉടമകളുടെ ഹർജി അനുവദിച്ചിരിക്കുന്നു. ഭരണഘടനയുടെ 14-ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന തുല്യത 4 സ്റ്റാറുള്ള ബാറുകൾക്ക് അവകാശമുണ്ട് എന്ന് കണ്ടുകൊണ്ടുകൂടിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവ്. ഈ ഉത്തരവിന്റെ നിയമപരമായ പ്രാധാന്യത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മദ്യനിരോധനം പൂർണ്ണമായി നടപ്പാക്കുന്നതിന് സർക്കാരിന് അവകാശമുണ്ട്. പക്ഷെ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട മദ്യനയം അത്തരത്തിൽ ആലോചനയോടെ നടപ്പാക്കിയ ഒന്നല്ല എന്ന് നമുക്കറിയാം. രാമചന്ദ്രൻ കമ്മിറ്റിയുടെ ശുപാർശകൾ, ആ റിപ്പോർട്ട് പോലും പരിഗണിക്കാതെ ഒരു നയം, ആ നയം എങ്ങനെ ഉണ്ടായി, അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം, പശ്ചാത്തലം ഒക്കെ നമുക്കറിയാം. അത് രാഷ്ട്രീയമായ ആവശ്യമായിരുന്നു. പക്ഷെ അവിടെ സംഭവിച്ചിരിക്കുന്ന പാളിച്ചകൾ, ഭരണഘടനയിലെ നിർദ്ദേശക തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് അനുച്ഛേദം 14, തുല്യത. ആ തുല്യതയുടെ അടിസ്ഥാനത്തിൽ വിവേചനപരമായ ഒരു നീക്കം എന്ന നിലയിലാണ് ഇന്നത്തെ വിധിയെ നമ്മൾ കാണേണ്ടത്. കോടതി ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 5 സ്റ്റാറിന് ആകാമെങ്കിൽ എന്തുകൊണ്ട് 4 സ്റ്റാറിന് ആയിക്കൂടാ എന്ന് കോടതി ചോദിച്ചു. എന്തുകൊണ്ട് 4 സ്റ്റാറിന് ആകാമെങ്കിൽ 3 സ്റ്റാറിന് ആയിക്കൂടാ? റൈറ്റ്, ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഫാദർ പോൾ തേലക്കാട്ട്, യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ മദ്യനയത്തിൽ വെള്ളം ചേർക്കപ്പെട്ടിരിക്കുകയല്ലേ? ഇവിടെ തുല്യത ചൂണ്ടിക്കാണിച്ച് 4 സ്റ്റാറിന് ഇപ്പോൾ അനുമതി ലഭിക്കുന്നു. സ്വാഭാവികമായും 4 സ്റ്റാറിന് അർഹതയുള്ള അല്ലെങ്കിൽ ആ യോഗ്യതയുള്ള മറ്റു ഹോട്ടലുകളും ഇതേ ആവശ്യം ഉന്നയിക്കും സർക്കാരിന് മുന്നിൽ. അല്ലെങ്കിൽ അവർ തുല്യത ചൂണ്ടിക്കാണിച്ച് കോടതിയെ സമീപിക്കും. ഇനി 3 സ്റ്റാറിനും 2 സ്റ്റാറിനും ഒക്കെ ഇതേ തുല്യത. എല്ലാവരും കച്ചവടം നടത്തുന്ന ആളുകളാണ്. ഈ കച്ചവടത്തിൽ തുല്യമായ അവകാശത്തിന് അവർ ആവശ്യം ഉന്നയിക്കുമ്പോൾ ഫലത്തിൽ പിന്നീട് പടിപടിയായി എല്ലാ ബാറുകളും തുറക്കാനുള്ള അവസരം ഒരുങ്ങുകയല്ലേ? തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മദ്യപിക്കാനും മദ്യം വിൽക്കാനും ഭരണഘടന ആർക്കും അവകാശം കൊടുത്തിട്ടില്ല. അത് നിയന്ത്രിക്കാനുള്ള പൂർണ്ണമായ അവകാശം സർക്കാരിനുള്ളതാണ്. മദ്യം വേണ്ടെന്ന് വയ്ക്കാനും നിരോധിക്കാനുള്ള അവകാശവും സർക്കാരിനുണ്ട്. പക്ഷേ സർക്കാർ അത് ചെയ്യുമ്പോൾ നിയമങ്ങളൊക്കെ പാലിക്കണം, ഉള്ള നിയമങ്ങൾക്കനുസരിച്ചായിരിക്കണം. ആ വിധത്തിൽ കേരള സർക്കാർ വളരെ വിജയപ്രദമായി മദ്യ നിരോധനത്തിൻ്റെ സംലഭ്യത കുറച്ചുകൊണ്ട് സാവധാന മദ്യാസക്തിയിൽ നിന്ന് കേരള ജനതയെ വിമുക്തമാക്കാനുള്ള നടപടിയുടെ ഭാഗമായി എടുത്ത മദ്യനയം ഒരു ചെറിയ കാര്യത്തിൽ മാത്രമല്ലാതെ ബാക്കിയെല്ലാം അംഗീകരിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. ആ ചെറിയ പിഴവ്, മദ്യനയം രൂപീകരിക്കുന്നതിലുണ്ടായ പിഴവ് തന്നെയാണ്. അതിന് കോടതിയല്ല കുറ്റം പറയേണ്ടത്,
കോടതി അവിടെ നിലനിൽക്കുന്ന നിയമം 5 സ്റ്റാർ ഹോട്ടലിന് കൊടുക്കാമെങ്കിൽ ആ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ 4 സ്റ്റാറിന് കൊടുത്തുകൂടെ എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ അത് പഴുതുകളില്ലാതെ നയം രൂപീകരിക്കുന്നതിൽ വന്ന വീഴ്ചയായി മാത്രമേ അത് കാണാനാകൂ. ആ സർക്കാരിന് മനസ്സിലാകുന്നതാണ്. മുന്നോട്ട് പോകുമ്പോൾ ജാഗ്രതയോടെ ഉത്തരവാദിത്വത്തോടെ മദ്യത്തിൻ്റെ സംലഭ്യത കുറയ്ക്കുകയും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ മദ്യാസക്തി കുറയ്ക്കാൻ വേണ്ടി കാര്യക്ഷമമായ ബോധവൽക്കരണ നടപടികൾ നടത്തുകയും ചെയ്യണം. മദ്യത്തിൻ്റെ സംലഭ്യത കുറച്ചുകൊണ്ട് മാത്രമായില്ല, മറ്റ് നടപടികളിലേക്കും പോകണം. അവിടെയാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നിർദ്ദേശിച്ച റിപ്പോർട്ടുകൾ ഗൗരവമായി പരിഗണിക്കേണ്ടതായിരുന്നു എന്ന് എനിക്കും തോന്നുന്നു. തീർച്ചയായും. ശ്രീ അജയ് തറയിൽ, സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയം വല്ലാതെ ദുർബലപ്പെട്ടില്ലേ ഇപ്പോൾ? തുല്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 4 സ്റ്റാർ ഇപ്പോൾ ബാർ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ 62 എണ്ണമല്ലേ ഉള്ളൂ. 730 ഉണ്ടായിരുന്നിടത്ത് 62ആയി കുറയുന്നത് വലിയ കാര്യമാണ് എന്ന് ഇപ്പോൾ പറഞ്ഞു നിൽക്കാമെങ്കിലും നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തുല്യത എന്ന ക്ലെയിം ഇനി എല്ലാ ആളുകൾക്കും ഉന്നയിക്കാൻ സാധിക്കും. ഈ പറയുന്ന 4 സ്റ്റാർ യോഗ്യതയുള്ള, അതേസമയം ബാർ ലൈസൻസ് ഇപ്പോൾ നൽകാത്ത, അതിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഹോട്ടലുകളെ സംബന്ധിച്ച്, ഇനി അതിന് താഴെയുള്ള 3 സ്റ്റാർ 2 സ്റ്റാർ സൗകര്യമുള്ള ഹോട്ടലുകളെ സംബന്ധിച്ച് ഈ 5 സ്റ്റാറും 4 സ്റ്റാറും തമ്മിലുള്ള വ്യത്യാസത്തെക്കാൾ കുറവാണ് 3 സ്റ്റാറും 4 സ്റ്റാറും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ പടിപടിയായി എല്ലാ ബാറുകളും തുറക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ മദ്യനയം പതുക്കെ പതുക്കെ പൊളിഞ്ഞില്ലാതാവാൻ പോവുകയല്ലേ? ഇവിടെ ഈ 3 സ്റ്റാറും 4 സ്റ്റാറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മുറികളുടെ വലിപ്പത്തിന്റെ കാര്യത്തിൽ, ബാത്റൂമിന്റെ വലിപ്പത്തിന്റെ കാര്യത്തിൽ, കോറിഡോറുകളുടെ വീതിയുടെ കാര്യത്തിൽ, അതുപോലെ പല കാര്യങ്ങളിലും. അപ്പോൾ അതൊന്നും ഇവിടെ പ്രസ്താവമായ കാര്യങ്ങളല്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ ഭരണഘടനയുടെ തുല്യനീതിക്ക്, തുല്യതയ്ക്ക് വേണ്ടിയുള്ള അനുച്ഛേദം 14-നേക്കാൾ കൂടുതൽ പ്രായോഗികമാക്കാൻ കഴിയാവുന്നത് ഈ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിട്ടുള്ള മദ്യം അത് ഒഴിവാക്കുക, അത് നിരോധിക്കുക, അത് കച്ചവടം അവസാനിപ്പിക്കുക, അത് ആ ഒരു തുല്യനീതിയുടെയോ വിവേചനത്തിൻ്റെയോ ഒരു മേഖലയിൽ വരുന്ന വിഷയമല്ല. രണ്ടാമത് ഞാൻ പറയട്ടെ, പല ആളുകളും പറഞ്ഞത് ചെറുപ്പക്കാരുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. തീർച്ചയായും നമുക്ക് മദ്യം ഉണ്ടാക്കുന്ന സാമൂഹ്യ ദുരന്തം അറിയാമല്ലോ ശ്രീ അജയ് തറയിൽ, നമ്മളത് സംസാരിച്ചിട്ടുമുണ്ട് ഒരുപാട്. പക്ഷേ ഇവിടെ താങ്കൾ സൂചിപ്പിച്ച ആ നിലയ്ക്കല്ല ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. മദ്യം മൗലികാവകാശമല്ല, മദ്യവിൽപ്പന എന്ന് പറയുന്നു, തുല്യാവകാശം അവർക്ക് ബാധകമല്ല എന്ന് പറയുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഹൈക്കോടതി തുല്യാവകാശം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ 4 സ്റ്റാറുകൾക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്, അവർക്ക് പ്രവർത്തിക്കാനാകും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേ മാനദണ്ഡം മറ്റുള്ളവർക്കും ബാധകമാകും. ശ്രീ അജയ് തറയിൽ, ഒരിക്കലുമല്ല. നിങ്ങളെ അത് ആ മാനദണ്ഡം ഇപ്പോൾ താൽക്കാലികമായി വന്നിരിക്കുന്ന ചില പ്രശ്നങ്ങളാണ്. ആ മാനദണ്ഡം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 4 സ്റ്റാർ ക്ലാസിഫൈഡ് ഹോട്ടലുകൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. 4 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത് തന്നെ ഇന്ത്യ ടൂറിസം ഡിപ്പാർട്ട്മെന്റാണ്. 3 സ്റ്റാറും 2 സ്റ്റാറും കൊടുക്കുന്നത് കേരള ടൂറിസവും ഇന്ത്യ ടൂറിസവും കൂടി സംയുക്തമായിട്ടാണ്. അപ്പോൾ അവിടെ തന്നെ മാറ്റമുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും 4 സ്റ്റാർ ഹോട്ടലുകൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി 3 സ്റ്റാറിലേക്കും 2 സ്റ്റാറിലേക്കും പോകാൻ കഴിയുകയില്ല എന്നത് വസ്തുതാപരമായ കാര്യമാണ്. അങ്ങനെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്. ദയവായി തുടരുക, ഞാൻ മടങ്ങി വരാം. ശ്രീ ജേക്കബ് ജോർജ്, 80% വിജയം എന്നാണ് എക്സൈസ് മന്ത്രി കെ ബാബു ഇതിനെ കാണുന്നതെങ്കിൽ മുഖ്യമന്ത്രി ഈ ഭാഗിക വിജയം എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം വിജയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന അഭിപ്രായം പങ്കുവയ്ക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച് കോടതിയിൽ ഉണ്ടായിരിക്കുന്നത് വിജയമാണ് എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട് 730-ൽ നിന്ന് ബാറുകളുടെ എണ്ണം സംസ്ഥാനത്ത് നാളെ മുതൽ 62 ആയി കുറയുകയാണ് എന്നതാണ്. ഇക്കാര്യത്തിൽ താങ്കളുടെ വീക്ഷണം എന്താണ് ശ്രീ ജേക്കബ് ജോർജ്? അഭിലാഷേ, എനിക്ക് വളരെ കൗതുകരമായ ഒരു മറുപടിയാണ് തോന്നുന്നത്. ഈ നയം നാളെ മുതൽ നടപ്പാവുന്ന ഈ നയം തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റും ഹൈക്കോടതിയും കൂടെയാണ്. ഒരു സർക്കാരിൻ്റെ നേതൃത്വം പരാജയപ്പെടുമ്പോൾ, ബലഹീനമാവുമ്പോൾ ഹൈക്കോടതി കയറി കളിക്കും, ഗവർണർ കയറി കളിക്കും. ഗവർണർ കണ്ടില്ലേ സർവകലാശാല VC-മാരെ വിളിച്ച് മന്ത്രിയെ വിളിച്ചിരുത്തി യോഗം നടത്തിയത്? കാരണം എന്താ? മന്ത്രി പൊളിഞ്ഞു, ഗവൺമെന്റ് പൊളിഞ്ഞു.
ഗവൺമെന്റ് പരാജയപ്പെടുമ്പോൾ ആരെങ്കിലും നടത്തണ്ടേ, ആരെങ്കിലും കാര്യങ്ങൾ പറയാൻ ശക്തമായിട്ട് മുന്നോട്ട് വരണ്ടേ? ഹൈക്കോടതി ഇവിടെ സ്വന്തമായിട്ട് എഴുതി ചേർത്തിരിക്കുന്നു നയം. അങ്ങനെ നാണം കെട്ട രീതിയിലേക്ക് ഗവൺമെന്റ് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ സാരാംശം. അല്ലെങ്കിൽ ആദ്യം നോക്കാം ഇതിന്റെ നയത്തിന്റെ ഉൽപ്പത്തി. നേരത്തെ ബഹുമാനപ്പെട്ട ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ സുധീരൻ, ഞാൻ ഓർക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയൊക്കെ വിളിച്ചുകൂട്ടിയ UDF കണ്ണൂർ വിളിച്ചുകൂട്ടിയ UDF യോഗത്തിൽ സുധീരൻ വളരെ വളരെ അട്ടിമറി പ്രതീക്ഷിച്ചുകൊണ്ട് വായിക്കുന്നു 418 ബാറുകൾ എന്നേക്കുമായി അടച്ചുപൂട്ടണം. അപ്പോഴാ ഈ സുധീരൻ മുഖ്യമന്ത്രിയോടോ വേറെ UDF ഒന്നും ആലോചിക്കാതാണ് ഈ കടലാസ് കഷ്ണം കൊണ്ടുവന്നത്. അപ്പോൾ മുഖ്യമന്ത്രി തലേദിവസം രാത്രി ഉറക്കമിളച്ച് സ്വന്തം പേപ്പറിൽ എഴുതിയ കടലാസ് എടുത്ത് വായിക്കുന്നു. 418 കേരളത്തിലെ എല്ലാ ബാറുകളും അടക്കിയ 5 സ്റ്റാർ ഒഴികെ ഞായറാഴ്ച മദ്യം വേണ്ട എന്നിങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രി KPCC അധ്യക്ഷനോട് ആലോചിച്ചിരുന്നില്ല. അദ്ദേഹം ആകെ ആലോചിച്ചത് രമേശ് ചെന്നിത്തലയോടും KM മാണിയോടും PK കുഞ്ഞാലിക്കുട്ടിയോടും വ്യക്തിപരമായിട്ട് മാത്രം, ഘടകകക്ഷി നേതാക്കന്മാരോട്, എനിക്ക് വേറെ ആരോടും ആലോചിച്ചിട്ടില്ല അദ്ദേഹം. അപ്പോൾ ആരോടും ആലോചിക്കാതെ ഒരു ചിന്തയും ചർച്ചയും ഇല്ലാതെ നടപ്പിലാക്കിയ ഈ നയത്തിനകത്ത് ഹൈക്കോടതി വെള്ളം ചേർത്തല്ല, ഹൈക്കോടതിയോടൊരു കോൺട്രിബ്യൂഷൻ നടത്തി. ഹൈക്കോടതിയും ഗവൺമെന്റും കൂടിയാണ് ഇപ്പോൾ നയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ കാരണം ഗവൺമെന്റ് പരാജയപ്പെട്ടു. അതാണ് താങ്കളുടെ പോയിന്റ്. ഒന്നാമത് ഇത് വലിയ തോതിലുള്ള ആലോചന ഇല്ലാതെ എടുത്ത നയമാണ് എന്നുള്ള കാര്യവും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അങ്ങനെ സർക്കാരിനാണ് നയരൂപീകരണത്തിനുള്ള പൂർണ്ണമായ അവകാശം. ആ നയത്തിൽ കോടതിക്ക് കോൺട്രിബ്യൂഷൻ നടത്താൻ സാധിക്കുമോ? ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് 4 സ്റ്റാറിന് കൂടി കൊടുക്കാം എന്ന വ്യവസ്ഥ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ 4 സ്റ്റാർ പദവിയുള്ള ബാറുകൾ തുറന്ന് പ്രവർത്തിക്കണം എന്ന് പറയുന്നത് ഇവയുടെ നിലവാരം കൂടി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇവയെ ഒറ്റ ക്ലാസ്സായി കാണണം എന്ന് പറയുന്നത്. അങ്ങനെ ബാറുകളുടെ നിലവാരം അനുസരിച്ച് അവർക്ക് ബാർ ലൈസൻസ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക എന്ന നയപരമായ വിഷയത്തിലേക്ക് കോടതി കടന്നു കയറേണ്ട കാര്യമുണ്ടായിരുന്നു. അല്ല, സർക്കാരിന് ഏത് നയവും സ്വീകരിക്കാം. ആ നയം നടപ്പാക്കുന്നതിനുള്ള അധികാരവും അവകാശവും സർക്കാരിനുണ്ട്. പക്ഷെ നയം എന്ന് പറയുന്നത് നിയമത്തിന് വിധേയമായിരിക്കണം. ഭരണഘടനയിലെ തത്വങ്ങൾക്ക് വിധേയമായി ഏത് നയവും സർക്കാരിന് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിയും. ഇവിടെ മദ്യം വിൽക്കുന്നതിന് ഭരണഘടന ഒരു അവകാശവും നൽകുന്നില്ല എന്ന് ശ്രീ അജയ് തറയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭരണഘടന അനുസരിച്ച് മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ അനുച്ഛേദം 19 ഏത് വ്യാപാരത്തിലും വ്യവസായത്തിലും ബിസിനസ്സിലും ഏർപ്പെടുന്നതിന് ഒരു ഇന്ത്യൻ പൗരന് അവകാശമുണ്ട്. ആ അവകാശത്തിൽ മദ്യവിൽപ്പനയും ഉൾപ്പെടുന്നുണ്ട്. മദ്യം വിൽക്കണമോ വേണ്ടയോ എന്ന് സർക്കാർ തീരുമാനിക്കാം. മദ്യം വിൽക്കുന്നതിനാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ, മദ്യവിൽപ്പന പൂർണ്ണമായും തടയുന്നില്ലെങ്കിൽ എല്ലാവർക്കും ഒരേ അവസരവും ഒരേ അവകാശവും ഉണ്ടാകണം. അതാണ് ഇവിടെ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഹൈക്കോടതി പറയുന്ന ഈ 5ഉം 4ഉം തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുമ്പോൾ 3ഉം 4ഉം തമ്മിൽ നാളെ വ്യത്യാസമില്ലാതെയാകും എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് ഇവിടെ മദ്യ നിരോധനം നടപ്പാക്കാത്തിടത്തോളം മദ്യവിൽപ്പന എന്നത് ഭാഗികമായി വിവേചനത്തോടെ ഏതാനും പേർക്ക് നൽകുകയും ഏതാനും പേർക്ക് നിഷേധിക്കുകയും ചെയ്യുന്ന നയം, അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതാണ് ഇന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശ്രീ ജോണി നെല്ലൂർ, ഭരണഘടനാ വിരുദ്ധമായ നയമാണ് ഇതൊരു പക്ഷേ കോടതികളിൽ ഇനി കൂടുതൽ ചാലഞ്ച് ചെയ്യപ്പെട്ടേക്കാം. കാരണം 4 സ്റ്റാർ ബാറുകൾ പ്രവർത്തിക്കുന്നു, 5 സ്റ്റാർ ബാറുകൾ പ്രവർത്തിക്കുന്നു, ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നു, ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നു, കള്ളുഷാപ്പുകൾ പ്രവർത്തിക്കുന്നു, ബിയർ വൈൻ പാർലറുകൾ പ്രവർത്തിക്കുന്നു. 2 സ്റ്റാർ 3 സ്റ്റാർ ബാറുകൾക്ക് മാത്രം അനുമതി നിഷേധിക്കുക എന്നുള്ളത് ഇതേ തുല്യനീതിയുടെ ഇതേ അവസരത്തിന്റെ ലംഘനമായി കണ്ട് ഈ ബാർ ഉടമകൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുകയാണ്. അവിടെ കിട്ടിയില്ലെങ്കിൽ അവർ സുപ്രീം കോടതിയിൽ പോകും. സർക്കാരിന്റെ ഈ നയം നിലനിൽക്കുമോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത് രണ്ടായി കാണണം നമ്മളിതിനെ. ഒന്ന്, ഒരു സർക്കാരിനെ സംബന്ധിച്ച് മദ്യനയം രൂപീകരിക്കുവാനുള്ള എല്ലാ അധികാരവും അതിനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. ഇവിടെ മദ്യനയം രൂപീകരിക്കേണ്ടത് ഹൈക്കോടതിയുടെ ചുമതലയല്ല. കോടതി മദ്യനയം രൂപീകരിക്കുവാൻ വേണ്ടി ഗവൺമെൻറ്റിന് മുമ്പാകെ ചില നിർദ്ദേശങ്ങൾ വയ്ക്കുവാൻ തുനിഞ്ഞത് പോലും ശരിയായ നടപടിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ കോടതിയെ അങ്ങനെ പറയുവാൻ പ്രേരിപ്പിച്ചത് എന്താ എന്നുള്ളത് ഗൗരവം കാണേണ്ടിയിരിക്കുന്നു. ഇവിടെ കോടതി ഒരു വിധി പ്രസ്താവിച്ചപ്പോൾ ആ വിധി പ്രസ്താവിക്കുവാനിടയായ സാഹചര്യങ്ങൾ എന്താ എന്ന് ഗൗരവമായി ഗവൺമെൻറ് പരിശോധിക്കണം. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. പഴുതുകൾ അടച്ചുകൊണ്ട് ഒരു മദ്യനയത്തിൽ ഒരു കാരണവശാലും കോടതിക്ക് ഇതുപോലൊരു വിധി പ്രസ്താവിക്കുവാൻ ഇടവരുന്നൊരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായ ഒരു മദ്യനയം അതായിരുന്നു ഗവൺമെൻറ് പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്. ഇവിടെ ഉണ്ടായ ഒരു കാര്യം ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഗവൺമെൻറ് അല്ലെങ്കിൽ ഭരണാധികാരികൾ
വളരെ തിടുക്കപ്പെട്ട് എടുത്ത ഒരു മദ്യനയം. ആ മദ്യനയത്തിൽ മതിയായ ആലോചനകൾ നിയമപരമായും നിയമപണ്ഡിതന്മാരുമായും ഒക്കെ നടത്തേണ്ട ആലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന് സംശയിച്ചു പോയാൽ അതിൽ നമുക്ക് തെറ്റ് പറയാനാക്കില്ല, ആർക്കും കഴിയില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, മദ്യനയം രൂപീകരിച്ച സന്ദർഭത്തിൽ UDF ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയം എന്താ? ഘട്ടം ഘട്ടമായി ഞങ്ങൾ മദ്യനിരോധനം നടപ്പാക്കും. ഞാൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാം ചേർന്നെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിലേക്ക് പോകുമ്പോൾ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ ലക്ഷ്യം. മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുവാൻ എന്താ ഇവിടെ ചെയ്തത്? എന്തായാലും ഈ തീരുമാനം മുഖ്യമന്ത്രി വായിച്ചപ്പോൾ താങ്കൾ അടക്കമുള്ള ആളുകൾ UDF യോഗത്തിൽ അതിനെ അംഗീകരിച്ച് കൈയടിച്ച് പാസ്സാക്കിയതാണ്. അതാണ് പിന്നീട് മന്ത്രിസഭയുടെ തീരുമാനമായി വന്നത്. ഞാൻ മടങ്ങി വരാം. ശ്രീ ആന്റണി രാജു, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തെ പോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും ഇതിങ്ങനെ ധൃതിപ്പെട്ട് വേണ്ടത്ര ഗൃഹപാഠം നടത്താതെ എടുത്ത ഒരു തീരുമാനമായതുകൊണ്ട് പഴുതുകളുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ മദ്യനയം ഇനിയുള്ള യാത്രയിൽ നിലനിന്നേക്കില്ല എന്നുള്ള തോന്നലുണ്ടോ? ഗവൺമെന്റിന്റെ വിധി, ഈ കോടതിയുടെ വിധി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ വിധി ഇവിടെ മുഴുവൻ ആരും പരിശോധിച്ചിട്ടില്ല. പക്ഷേ പ്രാഥമികമായ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ സങ്കീർണമായ നിയമപ്രശ്നങ്ങളിലേക്ക് ഇത് മുമ്പോട്ട് പോകുന്നുള്ളത് കൊണ്ട് ആർക്കും ഇതൊരു അന്തിമ വിധിയായി കണക്കാക്കി സന്തോഷിക്കാൻ വക നൽകുന്നതല്ല. കാരണം സുപ്രീം കോടതി തന്നെ ഈ കേസിലെ ഈ ആധാരമായിട്ടുള്ള വിധി, സുപ്രീം കോടതിയുടെ പരാമർശനങ്ങൾ ഗവൺമെൻറ്റിന് അനുകൂലമല്ലായിരുന്നു കഴിഞ്ഞ തവണ. അതുകൊണ്ട് തന്നെ ഇതിനൊരു അന്തിമവിധിയായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചടിയാണെന്നും പറയാൻ കഴിയില്ല. കാരണം ഗവൺമെൻറ് തന്നെ സമ്പൂർണ്ണമായ ബാർ നിരോധനം നടപ്പാക്കിയിട്ടില്ല. ഇവിടെ 5 സ്റ്റാറുകൾക്കും അതുപോലെ തന്നെ ക്ലബ്ബുകൾക്കുമെല്ലാം യഥേഷ്ടം പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഗവൺമെൻറ് നേരത്തെ തന്നെ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ 4 സ്റ്റാറിന് കൂടെ കൊടുത്തതോടുകൂടി ബാർ നിരോധനത്തിന് എതിരെയുള്ളൊരു അട്ടിമറിയായ വിധിയായി ഇതിനെ കണക്കാക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ മന്ത്രി ഇതേക്കുറിച്ചൊരു പരാമർശം നടത്തിയത് വളരെ ശ്രദ്ധേയമാണ്. 4 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലുകൾ 4 സ്റ്റാർ ഹോട്ടലുകളായി ഉയർത്തിയാലും അവയ്ക്കിനി ഞങ്ങൾ ലൈസൻസ് നൽകുകയില്ല എന്നുള്ള പരാമർശം അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. കാരണം 4 സ്റ്റാർ ഹോട്ടലുകൾക്കെല്ലാം ലൈസൻസ് കൊടുക്കാം എന്നുള്ള വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെതിരെ അപ്പീല് പോകണമെന്നുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശവും വളരെ ദുരൂഹമാണ്. കാരണം ഇതിനെതിരെ അപ്പീല് പോകുന്നത് ആശ്വാസകരമല്ല ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതിനെ പരക്കെ ഗവൺമെൻറ് സ്വാഗതം ചെയ്ത സ്ഥിതിക്ക് ഇനി ഇതിനെതിരെ അപ്പീല് പോകുന്നത് അത് ബാറുടമകൾക്ക് ഗുണകരമായി ഭവിക്കാനേ ഇടവരുത്തുക. അങ്ങനെയാണ് താങ്കൾ കാണുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമായി പറഞ്ഞു. ശ്രീ അജയ് തറയിൽ, എന്തുകൊണ്ട് 4 സ്റ്റാർ ബാറുകൾക്ക് പ്രവർത്തനാനുമതി ലഭിക്കുന്നു? ഇതിൽ ഹൈക്കോടതി കാണുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, രാമചന്ദ്രൻ കമ്മീഷൻ ഏതെങ്കിലും തരത്തിൽ ഈ 4 സ്റ്റാർ ബാറുകളുടെ നിലവാര തകർച്ചയോ അവരുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും അപാകതയോ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. സുപ്രീം കോടതി പരാമർശം ഈ 4 സ്റ്റാർ ബാറുകൾക്ക് ബാധകമല്ല. നികുതി സെക്രട്ടറിയുടെ റിപ്പോർട്ടിലും ഈ 4 സ്റ്റാർ ബാറുകളെക്കുറിച്ച് പരാമർശമില്ല. 418 ബാറുകളുടെ കാര്യത്തിലാകട്ടെ, മറ്റ് നിലവാരമില്ലാത്ത ബാറുകളുടെ കാര്യമാകട്ടെ, ഏതെങ്കിലും തരത്തിൽ കുറ്റകരമായ എന്തെങ്കിലും കാര്യം ചെയ്തു എന്ന് ഇതേവരെ കാണാൻ കഴിയാത്ത വിഭാഗമാണ് ഈ 4 സ്റ്റാർ ബാറുകൾ. 5 സ്റ്റാറും 4 സ്റ്റാറും തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിലുള്ള അടുത്തു നിൽക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, മറിച്ച് 5 സ്റ്റാറിന് മദ്യം വിൽക്കാമെങ്കിൽ 4 സ്റ്റാറിനും മദ്യം വിൽക്കാം എന്ന നിഗമനത്തിലേക്ക്, എന്ന വിലയിരുത്തലിലേക്ക്, എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്താനുള്ള കാരണം ഈ പറയുന്ന ഈ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാരണങ്ങളാണ്. അപ്പോൾ ഇനി 4 സ്റ്റാറിന് ബാർ നൽകില്ല എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ നിലനിൽക്കുന്ന ഒരു പ്രസ്താവനയായി മാറും? മാത്രമല്ല ഇപ്പോൾ തന്നെ 4 സ്റ്റാർ യോഗ്യതയുള്ള ഹോട്ടലുകൾ ബാർ ലൈസൻസിനായി അതിൻ്റെ പ്രക്രിയയിലൂടെ കടന്നുപോയി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ 4 സ്റ്റാർ ബാറുകൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാകും എന്നതിനപ്പുറത്ത് ഇനി സർക്കാരിന് അതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുമോ? അല്ല, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ 2013 നടപ്പാക്കിയ മദ്യനയം, പ്രഖ്യാപിച്ച മദ്യനയത്തിൽ 2014 മാർച്ച് മുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമേ ലൈസൻസ് കൊടുക്കുകയുള്ളൂ എന്നൊരു ഗവൺമെൻറ് തീരുമാനിച്ചു. ആ ഗവൺമെൻറ് തീരുമാനത്തെ നിഷേധിക്കാനോ എതിർക്കാനോ കോടതിക്ക് കഴിയുന്നൊരു വിഷയമല്ല അത്. ഇവിടെ എനിക്ക് എൻ്റെ മുഴുവൻ സഹോദരന്മാരോടും വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഗവൺമെൻറ് നടപ്പാക്കിയ മദ്യനയത്തിലെ ന്യൂനതകൾ എന്തെല്ലാമാണ് എന്നൊന്ന് പറഞ്ഞു തന്നെ കൊള്ളാം. നമ്മളെല്ലാവരും മദ്യനയം നടപ്പാക്കാൻ വേണ്ടി വ്യഗ്രതയോടെ ഇരിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ ന്യൂനതകൾ, ഈ ഗവൺമെൻറ് ധൃതി കൂടിപ്പോയി,
ഈ ഗവൺമെന്റ് സഹിഷ്ണുതയില്ലാതെയാണ് മദ്യം നടപ്പാക്കിയത്, അതുകൊണ്ട് വീഴ്ച പറ്റി എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. എന്ത് വീഴ്ചയാണ് പറ്റിയത്? എന്ത് പരിഹാരമാണ് കാണേണ്ടത്? നമുക്കിവിടെ മദ്യനയം നടപ്പാക്കാൻ വേണ്ടി എന്ത് തരത്തിലുള്ള മാറ്റങ്ങളായിരുന്നു ഉണ്ടാക്കേണ്ടിയിരുന്നത്? ആദ്യം തന്നെ ശ്രീ ജോണി നെല്ലൂർ UDF പങ്കെടുത്ത ആളാണല്ലോ. അദ്ദേഹത്തോട് കെ ബാബുവിനോടും മുഖ്യമന്ത്രിയോടും പറയാമല്ലോ, ഇന്നിന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമായിരുന്നു. അതുപോലെ ഘടകകക്ഷിയുടെ ആളുകളുണ്ട്, പത്രപ്രവർത്തകരുണ്ട്, എല്ലാവർക്കും ഈ ഗവൺമെന്റിനെ ഉപദേശിക്കാം. ഞാൻ ഇപ്പോഴും ഈ പറഞ്ഞ മുഴുവൻ ആളുകളോടും പറയുന്നു, എന്ത് തെറ്റാണ് ഈ മദ്യനയം രൂപീകരിച്ച കാര്യത്തിൽ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച. അത് വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ജോണി നെല്ലൂർ ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു, പിന്നെ എങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് എന്ന് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. വീഴ്ച എന്ന് പറഞ്ഞു തരാമോ? ഒരു നിയമം അല്ലെങ്കിൽ ഒരു നയം കൊണ്ടുവരുമ്പോൾ അത് ന്യൂനതകളില്ലാതെ പഴുതുകളില്ലാതെ കുറ്റമറ്റ നിലയിൽ കൊണ്ടുവരുവാനുള്ള ബാധ്യത ഭരണാധികാരികൾക്കുണ്ട്, ഗവൺമെൻറ്റുണ്ട്. ഇവിടെ ഈ നയം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഹൈക്കോടതി ഇന്ന് പുറപ്പെടുവിച്ച വിധിയിലൂടെ ആ നയത്തിൽ ഏതാനും പാകപ്പിഴകൾ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ, പക്ഷപാതപരമായ കാര്യങ്ങൾ ഉണ്ട് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അല്ലല്ല, ന്യൂനത ഉണ്ടായിരുന്നുവെങ്കിൽ ന്യൂനത തീർത്ത് എങ്ങനെയായിരുന്നു ആ നയം രൂപീകരിക്കേണ്ടത്? എന്തായിരുന്നു ഒഴിവാക്കേണ്ട കാര്യം? കൃത്യമായി എന്താണെന്ന് പറയൂ എന്നാണ് ശ്രീ അജയ് തറയിൽ പറയുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല എങ്കിൽ എങ്ങനെയായിരുന്നു സർക്കാർ ഈ നയം രൂപീകരിക്കേണ്ടത്? അല്ല, ഇവിടെ 418 ബാറുകൾ അടച്ചുപൂട്ടിയത് തുറക്കണമോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ കൂടെ യോഗത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന 312 ബാറുകൾ കൂടി അടയ്ക്കാനുള്ള തീരുമാനമെടുത്തത്. ആ തീരുമാനം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു, എല്ലാവരും അംഗീകരിച്ചു, അതിനൊന്നും തർക്കമില്ല. ഇതിനെ ആരും എതിർക്കുന്നുമില്ല. അജയ് തറയിൽ തെറ്റിദ്ധരിച്ചാ പറയുന്നത്. മദ്യനയത്തിൽ എതിർപ്പല്ല പറയുന്നത്, അത് നിശ്ചയദാർഢ്യത്തോടു കൂടി നടപ്പാക്കുവാൻ കഴിയാത്ത സാഹചര്യം ഇന്നത്തെ ഹൈക്കോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂനതകൾ കൂടി പരിഹരിച്ച് ഉണ്ടാക്കേണ്ടിയിരുന്നു എന്നൊരു അഭിപ്രായം പറഞ്ഞാൽ അത് മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, മദ്യത്തിന്റെ ലഭ്യത കുറച്ചുകൊണ്ട് UDF പ്രഖ്യാപനം നടപ്പാക്കുവാൻ ഈ ഗവൺമെന്റ് കുറെ കൂടി ഇച്ഛാശക്തിയോടുകൂടി നീങ്ങണം. അതാണ് എന്റെ അഭിപ്രായം. മദ്യത്തിന്റെ ലഭ്യത കുറച്ച് ജനങ്ങളെ മദ്യപാന ആസക്തിയിൽ നിന്ന് വിമുക്തരാക്കുവാൻ വേണ്ടിയുള്ള ബോധവൽക്കരണം നടത്തിക്കൊണ്ട് കുറെ കൂടി ശക്തമായി മദ്യനയം നടപ്പാക്കുവാൻ വേണ്ടിയുള്ള കർശനമായ ശരി അതിലൊക്കെ ഒരു കൃത്യമായ പ്രപ്പോസൽ ഇല്ല. ബോധവൽക്കരണം നടത്തണമെന്നൊക്കെ പറയുന്നുള്ളൂ. ഫാദർ പോൾ തേലക്കാട്ട്, ശരിയല്ല. വലിയ അഭിപ്രായ ഭിന്നത. യഥാർത്ഥത്തിൽ എല്ലാവരും മദ്യനയത്തിനെ അനുകൂലിക്കുന്നു എങ്കിലും ഇതിനുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്ത് നടക്കും എന്നാണ് അങ്ങ് കരുതുന്നത്? കോടതി ഇപ്പോൾ കുറച്ചൊരു ഡയലൂഷൻ വരുത്തി കഴിഞ്ഞു. തീർച്ചയായിട്ടും കോടതി വരുത്തിയിട്ടുണ്ട്. അജയ് തറയിൽ അങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. എനിക്ക് പറയാനുള്ളത്, സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്, അങ്ങനെ ഒരു തീരുമാനമെടുത്തു. പക്ഷേ ആ തീരുമാനമെടുത്തപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത് ശ്രദ്ധിക്കണം. മദ്യം വിൽക്കാൻ കുറച്ചു പേർക്ക് മാത്രം അനുവാദം കൊടുക്കുകയും ബാക്കിയുള്ളവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഏത് കോടതിയും ചോദിക്കുമത്. ഇത് മുൻകൂട്ടി കാണാമായിരുന്നു. അതുകൊണ്ട് 5 സ്റ്റാർ ഹോട്ടലിന് കൊടുക്കുകയും ബാക്കിയുള്ളവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് വിവാദമാകുമെന്നുള്ളത് നിയമവിദഗ്ധന്മാർക്ക് അറിയാവുന്നതാണ്. അവർ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണത്. അത് മുൻകൂട്ടി കാണണമായിരുന്നു. ഒന്ന്, ഇത് വേണ്ട വിധത്തിൽ ചെയ്യണമെങ്കിൽ മദ്യത്തിൻ്റെ സംലഭ്യത കുറയ്ക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, മദ്യം കഴിക്കാതിരിക്കാനുള്ള താല്പര്യം ആളുകളിൽ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഈ സർക്കാർ എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. യാതൊരു ബോധവൽക്കരണ നടപടി നടത്തിയിട്ടില്ല. രണ്ടാമത്, ഇപ്പം 5 സ്റ്റാർ ഹോട്ടൽ എപ്പോൾ തുറക്കണം, എപ്പോൾ അടയ്ക്കണം, അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. അതാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ പറഞ്ഞത്. ആർക്ക് വിൽക്കണം? നമ്മുടെ ഔട്ട്ലെറ്റുകളിൽ മദ്യം വിൽക്കുന്നുണ്ട്, അവർക്ക് ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ച് 21 വയസ്സാകാത്തൊരു കൊടുക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ ഒരു നിയമ നടപടികളുടെ ഇതിനെ നിയന്ത്രിക്കാനുള്ള നീക്കങ്ങളായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഈ സർക്കാരിന്റെ നയത്തിലില്ല. ബോധവൽക്കരണം നടത്താൻ യാതൊരു കർമ്മ പരിപാടികളും ഇതുവരെ നടത്തിയത് അറിവില്ല. ഈ രംഗത്തൊക്കെ ഈ സർക്കാർ ക്രിയാത്മകമായ നടപടികൾ എടുത്താൽ ഇത് മനോഹരമായ നടപടിയാണ്, മനോഹരമായ സർക്കാരിൻ്റെ തീരുമാനമാണ്. അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി എല്ലാവരും കൂടി നടപ്പിലാക്കാൻ കാണിക്കണം. ശ്രീ ജേക്കബ് ജോർജ്, ഇതിപ്പോൾ എല്ലാ ആളുകളും മദ്യനിരോധനത്തെ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ മദ്യനയത്തെ UDF അനുകൂലിക്കും എങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ നിലപാട് എന്താണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഏകകണ്ഠമായി അംഗീകരിക്കപ്പെട്ട UDF അനുമതി നൽകിയ മദ്യനയമാണ്. പക്ഷേ
അതിന് വരുന്ന ഓരോ പാളിച്ചകൾ അല്ലെങ്കിൽ ഓരോ തിരിച്ചടികളും ആഘോഷിക്കപ്പെടുന്നുണ്ട് ആ സംവിധാനത്തിനകത്തു തന്നെ. ഈ മദ്യനയത്തിൻ്റെ ഭാവി എന്താകുമെന്നാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? ഇത് ഈ ഉദ്ദേശിച്ചതുപോലെ ഘട്ടം ഘട്ടമായി 10 വർഷം കൊണ്ട് മദ്യം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്കൊക്കെ എത്തിച്ചേരുമോ? അല്ല, ഇപ്പം തന്നെ മദ്യം വിൽക്കാൻ വളരെ ചെറുപ്പക്കാരൊക്കെ സംഘം ചേർന്നിട്ട് ബിവറേജസ് കോർപ്പറേഷനിലൊക്കെ ക്യൂ നിന്ന് മദ്യം വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ചില കൊച്ചു കൊച്ചു ബിസിനസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. അവരൊക്കെ ഒരു 10 പേര് കൂടി ദിവസം ഒരു 100 കുപ്പി വിറ്റാലേ ഒരു കുപ്പിക്ക് 100 രൂപ വെച്ചതിന് എത്ര രൂപ ലാഭം കിട്ടുന്നേ? അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കൊച്ചു കൊച്ചു സംഘങ്ങൾ, അത് റൗഡി സംഘങ്ങളാകും. പിന്നീട് രണ്ടാമത്തത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ. നമുക്കറിയാമല്ലോ അവരെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിലുള്ള ധാരണ. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്രൂട്ടൽ ഫോഴ്സ് ഉപയോഗിച്ച് തീർച്ചയായിട്ടും അനാമത്ത് കാശുണ്ടാക്കുന്ന ഒരു വിഭാഗം ഈ 2 വിഭാഗത്തിലുമുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടി കണ്ണടച്ചു കൊടുത്താൽ എന്തായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്? വ്യാജ മദ്യം ഒഴുകില്ലേ? സമ്പൂർണ്ണ മദ്യ നിരോധനം എന്നത് ലോകത്ത് ഒരിടത്തും നടപ്പിലായിട്ടില്ല. ബഹുമാനപ്പെട്ട തേലക്കാട്ടച്ചൻ പറഞ്ഞത് മദ്യാസക്തി കുറയ്ക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ്. ഇവിടെ നോക്ക്, ചില സമുദായങ്ങൾ നോക്ക്, ഞാൻ ഉൾപ്പെടുന്ന ക്രിസ്ത്യൻ സമുദായം. ഇവിടെ കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായങ്ങളുടെ പോക്കറ്റിലല്ലേ കൂടുതൽ ബാറുകളുള്ളത്, കൂടുതൽ മദ്യം വിൽക്കുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്നത്, മദ്യം ഉപഭോഗം ചെയ്യപ്പെടുന്നത് ക്രിസ്തുമസിനും ഈസ്റ്ററിനുമാണ്. ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന അങ്കമാലി, ചാലക്കുടി, തൃശ്ശൂർ തുടങ്ങിയ ബാറുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം ഒഴുക്കുന്നത് കേരളത്തിലോട്ട്, ക്രിസ്ത്യൻ പോക്കറ്റുകളിൽ. ബഹുമാനപ്പെട്ട അച്ഛൻ ഗവൺമെന്റിന്റെ മണ്ടയ്ക്ക് കുറ്റം പറയുമ്പോഴും ക്രിസ്ത്യൻ സഭകൾ ഇക്കാര്യത്തിൽ എന്ത് ബോധവൽക്കരണം നടത്തുന്നു എന്ന കാര്യം കൂടി ആത്മപരിശോധന നടത്തണം എന്ന് എൻ്റെ വിനീതമായ അഭ്യർത്ഥനയുണ്ട്. ഇനി മദ്യനിരോധനമാണ് വരാൻ പോകുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന ദുരന്തങ്ങൾ താങ്ങാൻ കേരളത്തിനാവില്ല എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അത് ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കും. കാരണം ലോകത്തൊരിടത്തും, അമേരിക്ക ഉൾപ്പെടെ ലോകത്തൊരിടത്തും മദ്യനിരോധനം വിജയിച്ചിട്ടില്ല. മദ്യനിരോധനം അപ്രായോഗികമാണ് എന്ന നിലപാടാണ് താങ്കൾക്കുള്ളത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ 4 സ്റ്റാറും 5 സ്റ്റാറും ഉൾപ്പെടുന്ന കാറ്റഗറിക്ക് ബാർ ആകാം എന്ന് ഹൈക്കോടതി നിഗമനത്തിലെത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള ആളുകൾ ഈ ബാറുകളെ ആശ്രയിക്കുകയില്ല. വരുമാനം കുറവുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഈ ബാറുകളിൽ എത്തി മദ്യപിക്കാനും അങ്ങനെ മദ്യപാനാസക്തി എന്ന ഒരു സാമൂഹ്യ വിപത്തിലേക്ക് വീണുപോകാനുമുള്ള സാധ്യതകൾ കുറവാണ് എന്നത് കൂടി കണ്ടാണ്. പക്ഷേ ബാറുടമകളുടെ ഹർജി പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി കേരളത്തിൻ്റെ അഭിഭാഷകനോട് കപിൽ സിബലിനോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, പണമുള്ള ആളുകൾക്ക് മാത്രം മദ്യപിച്ചാൽ മതി എന്ന അവസ്ഥ വരുന്നത് വിവേചനപരമല്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ സാമൂഹ്യ ആഘാതം കുറവാണ് എന്നതുകൊണ്ട് 4 സ്റ്റാർ 5 സ്റ്റാർ ബാറുകൾക്ക് അനുമതി നൽകുക എന്നുള്ളത് മുകളിലെ കോടതികളിൽ പോകുമ്പോൾ ഈ ന്യായം കൊണ്ട് ചാലഞ്ച് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ? അത് തീർച്ചയായും നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയം അത് തന്നെയാണ്. ഇവിടെ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമായി മദ്യ വിൽപ്പന പരിമിതപ്പെടുത്തിയത്? ആ ചോദ്യത്തിന് ഹൈക്കോടതിക്ക് ബോധ്യമാകുന്ന തൃപ്തികരമായ വിശദീകരണം നൽകുന്നതിന് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വിധി വന്നിരിക്കുന്നത്. 5 സ്റ്റാർ എന്ന് പറയുമ്പോൾ വ്യത്യാസം മുറികളുടെ വിസ്തീർണം, ബാത്റൂമിന്റെ വിസ്തീർണം, ടോയ്ലറ്റിന്റെ വിസ്തീർണം, നീന്തൽക്കുളം, ഇതൊക്കെ മദ്യപാനവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു? അതിനൊന്നും വിശദീകരണമില്ല. അവിടെയാണ് കോടതി വളരെ ലളിതമായ രീതിയിൽ ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. 4ഉം 5ഉമായി വ്യത്യാസമില്ല. നമ്മൾ ആ കാര്യം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇവിടെ മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും സർക്കാർ പ്രതിനിധികളും UDF പ്രതിനിധികളും ഈ വിധിയെ സ്വാഗതം ചെയ്യുകയും അതേസമയം അപ്പീൽ പോകണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അതിന് വലിയൊരു വൈരുദ്ധ്യം എനിക്ക് തോന്നുന്നു. മുഖ്യമന്ത്രിയും കൂട്ടരും ആഗ്രഹിച്ച വിധിയാണെന്ന് ലഭിച്ചിരിക്കുന്നത്, ഭാഗികമായിട്ടെങ്കിലും. അവർക്ക് 4 സ്റ്റാറെങ്കിലും തുറന്നു കിട്ടിയല്ലോ. അതുകൊണ്ട് ആത്മാർത്ഥതയില്ലാതെ, സത്യസന്ധതയില്ലാതെ നടപ്പാക്കാൻ ശ്രമിച്ച ഒരു നയത്തിന്റെ ഭാഗികമായ പരാജയമാണ് ഇന്ന് ഹൈക്കോടതിയിൽ കണ്ടത്. ശ്രീ ആന്റണി രാജു, അങ്ങനെയാണോ? രോഗി ഇച്ഛിച്ചതും ജഡ്ജി കൽപ്പിച്ചതും പാല് എന്നുള്ള അവസ്ഥയിലാണോ ഇപ്പോൾ UDF നേതൃത്വം ഉള്ളത്? 4 സ്റ്റാറിൻ്റെ കാര്യം കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാറുടമകൾ 3 സ്റ്റാറും 2 സ്റ്റാറും ഒക്കെ ഡിവിഷൻ ബെഞ്ചിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി കഴിയുമ്പോൾ ഇതേ ന്യായം, ഈ തുല്യതയുടെ പ്രശ്നം പറഞ്ഞ് അവർക്കും കിട്ടിക്കൊള്ളും എന്ന അവസ്ഥയിലായോ? അഭിലാഷ് പറഞ്ഞ ആശങ്ക അസ്ഥാനത്തല്ല. കാരണം ഗവൺമെൻറ് 5 സ്റ്റാറും പിന്നെ നമ്മുടെ ക്ലബ്ബുകൾക്കും അനുവാദം കൊടുത്തു.
ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിൽ പോയപ്പോൾ അത് 4 സ്റ്റാറും കൂടെ ആയി. ഇനി അടുത്ത ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോകുമ്പോൾ 3 സ്റ്റാറും, സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ 2 സ്റ്റാറും കൂടെ കൊടുക്കുന്ന അവസ്ഥ വരുമോ എന്ന് ഭയപ്പെടുന്നു. കാരണം നേരത്തെ അഭിലാഷ് ചോദിച്ചാൽ നിങ്ങൾക്ക് പിന്നെ എന്താണ് നയമുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കോടതി തന്നെ ഇന്ന് പരാമർശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. അതായത് ഗവൺമെൻറ്റുകൾ പല കാലാകാലങ്ങളിൽ വെച്ച ചില കമ്മീഷനുകളുണ്ട്. ശ്രീ ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട്, ശ്രീ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട്, അതുപോലെ തന്നെ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടുകളിലെ വ്യക്തമായിട്ട് നിരോധനം കേരളത്തിൽ നടപ്പാക്കിയ മദ്യനയം എങ്ങനെയായിരിക്കണം, അത് ഏതടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി എങ്ങനെ വിജയകരമായി നടപ്പിലാക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗഹനമായി പഠിച്ച് ആഴത്തിൽ പഠിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടാണ് ഈ റിപ്പോർട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ആ റിപ്പോർട്ടുകളെ ബേസിക്കായിട്ട് എടുത്തുകൊണ്ട് ഒരു നയം രൂപീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഗവൺമെൻറ് എടുത്ത നയം കോടതികളിലും നിലനിൽക്കുമായിരുന്നു. ഇവിടെ അതൊന്നും പരിശോധിക്കാതെ, അത് തുറന്നു നോക്കാതെ, അതിൻ്റെ നിയമവശങ്ങൾ ശരിയായി പരിശോധിക്കാതെ എടുത്ത തീരുമാനം മൂലമാണ് കോടതിക്ക് ഇത് വിവേചനപരമെന്ന് സുപ്രീം കോടതിക്കും ഇന്ന് ഹൈക്കോടതിക്കും പറയേണ്ടി വന്നതും 4 സ്റ്റാറിനും അതുപോലെ ഹെറിറ്റേജ് ഹോട്ടലുകൾക്കും കൊടുക്കേണ്ടി വന്നത്. ഞങ്ങൾ ഭയപ്പെടുന്നു ഇത് ശരിയായ ഗൃഹപാഠം ചെയ്തിരുന്നെങ്കിൽ, ശരിയായ നിയമവശം പരിശോധിച്ച് സാവകാശത്തോടെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറ്റമറ്റ വിധത്തിൽ കേരളത്തിന് ഗുണകരമായൊരു മദ്യനയം കൊണ്ടുവരും. നമുക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ തന്നെ മുഴുവൻ ഏതാണ്ട് 90% ബാറുകളും അടച്ചിടുന്നു. അതേസമയം 90% ഔട്ട്ലെറ്റുകളും തുറന്നു വച്ചിരിക്കുന്നു. ഇത് തന്നെ വൈരുദ്ധ്യമല്ലേ ഇത്? അപ്പോൾ ഇത് ഘട്ടം ഘട്ടമായി എന്ന് പറയുമ്പോൾ 2 മേഖലകളിലും നമ്മുടെ ബിവറേജ് ഔട്ട്ലെറ്റുകളും ബാറുകളും ഘട്ടം ഘട്ടമായി കുറച്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ അതിന് നയത്തിനൊരു അടിസ്ഥാനം ഉണ്ടാകുമായിരുന്നു. ഇത്തരം വൈരുദ്ധ്യങ്ങൾ ബാർ ഉടമകൾക്ക് ഗുണകരമാകുമോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. താങ്കൾ അങ്ങനെ ഭയപ്പെടുന്നുണ്ട്. ശ്രീ അജയ് തറയിൽ, ഇവിടെ ഇന്നിപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഉന്നയിച്ചിരിക്കുന്ന പ്രസക്തമായ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് രാമചന്ദ്രൻ കമ്മീഷന്റെ, സർക്കാർ നിയോഗിച്ച ഏകാംഗ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കിക്കൊണ്ടുള്ള ഒരു മദ്യനയം രൂപീകരിക്കാത്തത് എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ അത് കോടതികളിൽ നിലനിൽക്കുന്ന യുക്തിഭദ്രമായ ഒരു നയമായി മാറിയേനെ. അതല്ലാതെ അവധാനതയില്ലാതെ വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു നയമായതുകൊണ്ടാണ് ഇത് വഴിയിൽ വീണുപോകുന്നത് എന്ന അതേ സംശയം അല്ലെങ്കിൽ അതേ ആരോപണമാണ് നിങ്ങളുടെ ഒപ്പമുള്ള ഘടകകക്ഷികളും ഉന്നയിക്കുന്നത്. അല്ല, ഇത് ആര് പറഞ്ഞു തട്ടിക്കൂട്ടിയതാണെന്ന്? എത്രയോ കാലങ്ങളായി കോൺഗ്രസ് പാർട്ടി ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടും രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടും എല്ലാം പഠിച്ചുകൊണ്ടാണ് KPCC ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചതും KPCC ഒരു നയത്തെക്കുറിച്ചുള്ള രൂപരേഖ ഉണ്ടാക്കിയിട്ടുള്ളതും. ഈ അവസാനം മുഴുവനും ബാറുകൾ പൂട്ടുക എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് പെട്ടെന്ന് തീരുമാനമുണ്ടായത്. ആ തീരുമാനമുണ്ടായത് ക്യാബിനറ്റിൽ വെച്ചപ്പോൾ അവിടെ നിയമപരമായ നിർദ്ദേശങ്ങളും നിയമവകുപ്പാണല്ലോ ഈ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടത്. അതിന് ഞങ്ങളെന്ത് പിഴച്ചു? കേരളത്തിലൊരു നിയമവകുപ്പുണ്ട്, നിയമവകുപ്പ് മന്ത്രിയുണ്ട്. ആ നിയമവകുപ്പാണ് ഇത് കാര്യത്തെക്കുറിച്ചുള്ള അഫിഡവിറ്റുകളും എല്ലാ ഓർഡിനൻസുകളും എല്ലാം തയ്യാറാക്കേണ്ടത്. അവിടെ വീഴ്ച പറ്റിയതിന് നമ്മൾ പറഞ്ഞിട്ട് കാര്യം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ ആന്റണി രാജു. ഇതിൽ പഴുതുണ്ടെങ്കിൽ അത് നോക്കേണ്ടത് നിയമവകുപ്പായിരുന്നു, അതായത് KM മാണി ആയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പായിരുന്നു. ഇത് വഴിയിൽ വീണു പോയിട്ടില്ല. അജയ് തറയില് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഈ നയം കേരള കോൺഗ്രസ് പാർട്ടി ഈ നയം അറിയുന്നത് മുഖ്യമന്ത്രി വെളിപ്പെടുത്തുമ്പോൾ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുമായി ആലോചിച്ചുകൊണ്ടാണ് ഈ നയം കൊണ്ടുവന്നത്. അല്ല, ഞങ്ങളോട് ആലോചിക്കുമ്പോൾ 418 ബാറുകളുടെ കാര്യത്തിൽ ഉള്ള അഭിപ്രായമാണ് ഞങ്ങളോട് ചോദിച്ചിരുന്നത്. ഞങ്ങൾ അഭിപ്രായം പറയുന്നത് ഈ 418 ബാറുകളുടെ കാര്യത്തിലുള്ള അഭിപ്രായമാണ് കേരള കോൺഗ്രസ് പറഞ്ഞത്. അപ്പോഴാണ് 730 ബാറുകളിലേക്കും കൂടി ഒറ്റയടിക്ക് അടയ്ക്കാനുള്ള ഒരു നിർദ്ദേശവുമായി മുഖ്യമന്ത്രി വരുന്നത്. ഇതേക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച നടന്നതാണ്. ഇത് നിയമവകുപ്പിന്റെ അനുവാദമോ നിയമവകുപ്പിന്റെ സ്ക്രൂട്ടണിയോ കഴിഞ്ഞുകൊണ്ടുള്ള ഒരു നയമല്ലല്ലോ അന്ന് കൊണ്ടുവന്നത്. അല്ലല്ല, അത് UDF യോഗത്തിലെ കാര്യമല്ലേ? അത് UDF യോഗത്തിലെ കാര്യമല്ലേ? ആ UDF യോഗം തീരുമാനിച്ചതിന് ശേഷം മന്ത്രിസഭ ചേർന്ന് ഡ്രാഫ്റ്റ് ചെയ്തല്ലോ നയം. അതിനുശേഷമാണല്ലോ കോടതി നടപടിക്രമങ്ങളിലേക്ക് പോയത്. ആ ഘട്ടത്തിൽ ഉത്തരവാദിത്വമുണ്ട് നിയമവകുപ്പിന്. അടയ്ക്കേണ്ടത് നിയമവകുപ്പാണ്. അഭിലാഷ്, അത് എക്സൈസ് വകുപ്പാണ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതെന്നുള്ള അന്ന് തന്നെ പറഞ്ഞല്ലോ. അന്ന് തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി മാണി സാർ പറഞ്ഞല്ലോ.
ഇതിന് വ്യത്യസ്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. ഇത് ഘടകകക്ഷികളെ ഞാൻ തുറന്ന് ഞങ്ങളതൊക്കെ പല പ്രാവശ്യം പറഞ്ഞാണ്. ശ്രീ ജോണി നെല്ലൂരുടെ ഇരിപ്പുണ്ടല്ലോ, സ്വന്തം പാർട്ടി ഇവിടെ തീരുമാനിച്ചാണ്. കോൺഗ്രസിന്റെ KPCC എക്സിക്യൂട്ടീവ് തീരുമാനിച്ചത് എന്താണ്? 418 ബാറുകളുടെ കാര്യത്തിലാണ്. ശ്രീ VM സുധീരൻ അഭിപ്രായം പറഞ്ഞത് 412 ബാറുകളെ പോലെ. ശ്രീ VM സുധീരനെ പോലും KPCC എക്സിക്യൂട്ടീവിനെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് കൊണ്ടുവന്ന ഒരു ബാർ നയത്തിന് നിയമപരമായ സംരക്ഷണം കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം കേരളത്തിലെ നിയമവകുപ്പിനാണ്. അവർ കണ്ട ഫയലാണല്ലോ ഇതെല്ലാം. നിയമവകുപ്പ് കണ്ട ഫയലാണ് ഗവർണർക്ക് അയച്ചിട്ടുള്ളത്. നിയമവകുപ്പിന്റെ കൺസെന്റോട് കൂടിയുള്ള ഫയലുകളാണ് ഈ അഡ്വക്കേറ്റ് ജനറൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിയമപരമായി ഉണ്ടായ തകരാറുകൾക്ക് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിലിരിക്കുന്ന നിയമവകുപ്പിന്റെ പരാജയമാണ്. അതുകൂടി പരിഹരിച്ചുകൊണ്ട് ഇനി ഈ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ശ്രീ ആന്റണി രാജു, ഞാനത് ഒരിക്കൽ കൂടി വിശദീകരിക്കാം. ഭരണഘടനാപരമായ പോരായ്മകൾ അല്ലെങ്കിൽ ഭരണഘടനാപരമായി നിലനിൽക്കാത്ത എന്തെങ്കിലും വ്യവസ്ഥ ഉണ്ട് എങ്കിൽ അത് കുറ്റമറ്റതാക്കി മാറ്റി കോടതിയിൽ സർക്കാരിന്റെ ഭാഗം അവതരിപ്പിക്കേണ്ട, അത് വിജയിപ്പിക്കേണ്ട ബാധ്യതയുള്ള നിയമവകുപ്പിന് അത് കഴിഞ്ഞിട്ടില്ല. അല്ലല്ല അഭിലാഷ്, അത് ശരിയല്ല. കാരണം ഇവിടെ ഈ 5 സ്റ്റാർ ബാറുകൾക്കും ഈ ക്ലബ്ബുകൾക്കും മാത്രമായി ഇത് പരിമിതപ്പെടുത്തിയത് നിയമവകുപ്പല്ല. മുഖ്യമന്ത്രിയാണ് ആ നയം UDF-ന്റെ യോഗത്തിൽ അവതരിപ്പിച്ചത്. അത് നിയമവകുപ്പ് ആലോചിച്ചുകൊണ്ടല്ല അത്തരം ഒരു നയം അന്ന് പ്രഖ്യാപിച്ചത്. അന്ന് അങ്ങനെയാണെന്നുള്ളത് പരക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ, പുതിയ കാര്യമല്ലല്ലോ. അത് നിയമവകുപ്പിലൂടെ കടന്നു വന്നതാണോ? ഈ 5 സ്റ്റാർ ഒഴികെയുള്ള ബാറുകളെല്ലാം അടയ്ക്കാൻ മുഖ്യമന്ത്രി പാതിരാക്ക് എഴുതിക്കൊണ്ടുവന്ന നയമെന്ന് പറയുന്നത് നിയമവകുപ്പ് പരിശോധിച്ചിട്ടാണോ? അല്ല, മുഖ്യമന്ത്രി കൊണ്ടുവന്ന നിർദ്ദേശം മാത്രമായിരുന്നു അത്. അല്ലാതെ ഒരു ഗവൺമെന്റിന്റെ ഏതെങ്കിലും സംവിധാനത്തിലൂടെ കടന്നു വന്ന ഒരു നയമല്ല. മറ്റൊന്നുകൂടി ഞാൻ പറയട്ടെ, ഇത് നിയമവകുപ്പിന് മേൽ പഴിചാരാൻ ശ്രമിക്കുന്ന അധികാരങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ഇത് ശ്രീ കപിൽ സിബലിനെ ഡൽഹിയിലും സുപ്രീം കോടതിയിലും കേരള ഹൈക്കോടതിയിലും കൊണ്ടുവന്നത് നിയമവകുപ്പിന്റെ അറിവോടെയാണോ? അല്ല, എക്സൈസ് വകുപ്പാണ് ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് അത്തരം നടപടികളിലേക്ക് പോയത്. നമുക്ക് ആ തർക്കം ഇവിടെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതിനൊരു അവസാനവും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ ശ്രീ ജേക്കബ് ജോർജ്, UDF-ൽ KM മാണിക്കും കേരള കോൺഗ്രസ് എമ്മിനും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികൾക്കുമൊക്കെ കടുത്ത എതിരഭിപ്രായം ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ എല്ലാവരും മദ്യനിരോധനത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് അക്കാര്യത്തിൽ മത്സരിച്ച് മദ്യവിരോധികളാകുകയാണ് എന്നുള്ളതേ അന്ന് സംഭവിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ പക്ഷേ അക്കാര്യത്തിൽ പുനർവിചിന്തനമുണ്ട് പലർക്കും. UDF-ന്റെ ഈ മദ്യനയ വിവാദം എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് താങ്കൾക്ക് ഇപ്പോൾ നിരീക്ഷിക്കാനുള്ളത്? അല്ല, ഇത് ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് UDF ഗവൺമെന്റിനെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. VM സുധീരനെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന ഈ ഒരു തീരുമാനം, ഈ ഒരു നടപടി UDF-നെ തകർത്ത് കളഞ്ഞില്ലേ? അതിൻ്റെ ഐക്യം എവിടെ? ഇപ്പോൾ ജോണി നെല്ലൂര് പറയുന്നത് നമ്മൾ കേട്ടു, ആന്റണി രാജു പറയുന്നത് നമ്മൾ കേട്ടു. ഓരോ ഘടകകക്ഷികൾ ഇത് അനിൽ രാജുവിൻ്റെ പാർട്ടി നേതാവിനെയാണ് അജയ് തറയിൽ എവിടെ നിന്ന് കുറ്റപ്പെടുത്തുന്നത്. ഇതൊക്കെ പോട്ടെ, ഇവിടെ ഈ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം, ദേശീയ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ മന്ത്രിസഭയൊക്കെ ഒന്ന് പുനഃസംഘടിപ്പിച്ച് ഒരു പുതിയ പ്രതിച്ഛായ ഉണ്ടാക്കി മുന്നോട്ട് നീങ്ങാനായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശ്രമിച്ചത്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാവും എന്ന്. എവിടെ പുനഃസംഘടന? അതിനുപോലും കഴിഞ്ഞില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഈ UDF-നകത്ത് തന്നെ ഈ ഗവൺമെന്റിനെതിരെ ശക്തമായൊരു നീക്കം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നത്. ആ കാര്യത്തിലേക്കാണ് ഇനിയും മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജോണി നെല്ലൂർ, ഇന്നിപ്പോൾ ഈ നയം റദ്ദാക്കുകയെങ്ങാനുമായിരുന്നു ഹൈക്കോടതി ചെയ്തിരുന്നു എങ്കിൽ എന്തായേനെ ഇപ്പോൾ ഈ ചർച്ച? നിങ്ങൾ അതിരൂക്ഷമായ ഭാഷയിൽ ഉമ്മൻചാണ്ടിയെയും VM സുധീരനെയും വിമർശിച്ചേനെ, കോൺഗ്രസിനെ വളഞ്ഞു വെച്ച് ആക്രമിച്ചേനെ. യഥാർത്ഥത്തിൽ നിങ്ങൾ എല്ലാവരും കൈപൊക്കിയെടുത്ത തീരുമാനമാണ്, കൂട്ടുത്തരവാദിത്വമുള്ള തീരുമാനമാണ്. പിന്നീട് പുറത്തിറങ്ങിപ്പോയി അതിനെ കുറ്റം പറയുന്നത് മാന്യതയല്ല എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തതാണ്. യഥാർത്ഥത്തിൽ മനസ്സിലിരിപ്പിനനുസരിച്ചുള്ള ഒരു നയമല്ല ഈ സർക്കാരിന് എടുക്കേണ്ടി വന്നത് എന്നുള്ളത് നിങ്ങളെയൊക്കെ സംബന്ധിച്ചൊരു ബാധ്യതയായി മാറുകയാണോ? ഇനിയും നിയമ പോരാട്ടം തുടരുന്നുണ്ട്. ഈ നയത്തെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തുരങ്കം വയ്ക്കുമോ?
ഒരിക്കലുമല്ല. എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കണമെന്നുള്ള അതേ ലക്ഷ്യത്തിൽ തന്നെയാണ് ഞങ്ങളൊക്കെ. പക്ഷെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ അർത്ഥത്തിൽ നിന്ന് മാറി മറ്റൊരർത്ഥത്തിൽ കാണരുത്. എന്താ പറഞ്ഞത്? വിവേചനപരമാകാൻ സാധ്യതയുള്ള ഒരു തീരുമാനമെടുത്താൽ അത് അപകടകരമാകും, കോടതിയിൽ ചെല്ലുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയാണെന്നോ മദ്യനയത്തിന് അട്ടിമറിക്കാൻ വേണ്ടിയാണെന്നോ ഒക്കെ വ്യാഖ്യാനം ഉണ്ടായാൽ അതിൽ ദുഃഖമുണ്ട്. ഇവിടെ ഞാൻ ആദ്യം മുതൽ പറയുന്ന കാര്യം എന്താ? ഔട്ട്ലെറ്റുകൾ യഥേഷ്ടം തുറന്ന് പ്രവർത്തിക്കുകയും ബാറുകൾ മാത്രം അടച്ചിടുകയും ചെയ്യുമ്പോൾ അത് മദ്യനിരോധനമാകുന്നത് എങ്ങനെ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ, കോടതി എങ്ങനെയെന്ന് ചോദിച്ചു പോയാൽ കോടതിയെ കുറ്റം പറയാൻ പറ്റുമോ? ഇപ്പം കോടതി വിധി മൂലം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം വീണ്ടും ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് പോവുകയാണ്. സുപ്രീം കോടതി വരെ എത്തും. സുപ്രീം കോടതി വരെ പോയി നിയമ പോരാട്ടത്തിലൂടെ സ്വാഭാവികമായി ബാർ ഉടമകൾ ആവശ്യമായി അവകാശമായി ഉന്നയിക്കാൻ പോകുന്നത് 4 സ്റ്റാർ ഹോട്ടലുകളുടെ അതേ സ്റ്റാൻഡേർഡാണ് ഞങ്ങൾക്കുള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്കും തരണമെന്ന് പറഞ്ഞാൽ അതിനൊക്കെ കോടതിയിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു, വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞത് ഇത് വസ്തുതാപരമായി ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛാശക്തിയോടുകൂടി നടപ്പാക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് നിയമപണ്ഡിതന്മാരുമായി കൂടി ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇതുപോലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ മദ്യനയത്തെ തുരങ്കം വെക്കുവാനോ എടുത്ത തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകുവാനോ വേണ്ടിയല്ല. അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾ അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ മടങ്ങി വരാം ശ്രീ ജോണി നെല്ലൂർ താങ്കളിലേക്ക്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ ഭരണഘടനാപരമായ തുല്യത എന്ന വാദം ആണ് മുഴുവൻ ബാർ ഉടമകളും 2 സ്റ്റാറും 3 സ്റ്റാറും അടക്കമുള്ള ബാർ ഉടമകൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഹൈക്കോടതി അതിന് ചെവി കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അവർ സ്വാഭാവികമായും നിയമ പോരാട്ടം തുടരും. അങ്ങനെ ഒരു തുല്യതയ്ക്കുള്ള അവകാശം അവർക്ക് കിട്ടും എന്ന് കരുതാനുള്ള ന്യായം എന്താണ്? ഈ വിഷയങ്ങളൊക്കെ വിശദമായി പഠിച്ച് ഈ വാദങ്ങളൊക്കെ കേട്ടാണല്ലോ ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുകയും 4 സ്റ്റാറിന് അതെന്തുകൊണ്ട് എന്നുള്ള കാരണങ്ങൾ അടക്കം വിശദീകരിച്ച് അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. അല്ല, 4 സ്റ്റാറിന് ഹൈക്കോടതി നൽകിയിരിക്കുന്ന അനുമതി അപ്പീലിൽ നിലനിൽക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം 3 സ്റ്റാറുകൾ കൂടി ആ ആനുകൂല്യം നേടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നും ഞാൻ സംശയിക്കുന്നുണ്ട്. ഇവിടെ നിയമത്തെക്കുറിച്ച്, നിയമവകുപ്പിനെക്കുറിച്ച്, നിയമമന്ത്രിയെക്കുറിച്ച്, കേസ് നടത്തിപ്പിനെക്കുറിച്ച് ഒക്കെ പരാമർശങ്ങളുണ്ടായി. നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ ബാർ ഉടമകളുടെ വക്കാലത്ത് സ്വീകരിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിയ വക്കീലിനെയാണ് ഇപ്പുറത്ത് സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാക്കിയത്. അതിന് ന്യായമെന്ത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ആ വക്കീലിന്റെ പ്രാഥമികമായ കൂറ് എവിടെയായിരിക്കും? ഏതായാലും സർക്കാരിനേക്കാൾ കൂടുതൽ പണം ഈ ബാർ ഉടമകൾ ആ വക്കീലിന് നൽകിയിട്ടുണ്ടാകണം. അവിടെ മുതൽ തുടങ്ങുന്ന ഈ പാളിച്ചകളുടെ കഥ അവൾ നിരന്തരമായി തോൽക്കണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിന്റെ സർക്കാരും അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പോക്കിലേക്ക് കേസ് എത്തിയിരിക്കുകയാണ്. അവരുടെ ആഗ്രഹത്തിന്റെ ആദ്യ ഘട്ടം ഇന്ന് ഹൈക്കോടതിയിൽ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ടായിരുന്നു അവരുടെ പ്രാഥമികമായ പ്രതികരണം ഇത് സർക്കാരിന്റെ വിജയം എന്ന് പ്രതികരിക്കുകയും അത് ആ വിജയം ആഘോഷിക്കുകയും ചെയ്തവരാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ അപ്പീൽ കൊടുക്കും എന്ന്. ഇവിടെയെല്ലാം നമ്മൾ തെളിഞ്ഞു കാണുന്നത് ആത്മാർത്ഥതയില്ലായ്മ, ലെവലേശം സത്യസന്ധതയില്ലാത്ത അവസ്ഥ. ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആരെയാണോ സഹായിക്കാൻ ഇന്നത്തെ സർക്കാരും ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും ആഗ്രഹിക്കുന്നത് അവർക്ക് ആവശ്യമായ സഹായം മേൽക്കോടതിയിൽ നിന്നും ലഭിക്കും എന്ന കാര്യം ഉറപ്പാണ്. റൈറ്റ്. ഷജയ് തറയിൽ താങ്കളുടെ മറുപടിയോടുകൂടി നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അല്ല, ഇത് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് എല്ലാവരും ഈ മദ്യനിരോധത്തിന്റെ കാര്യത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല. ഇവിടെ ഗവൺമെന്റ് വളരെ ഇപ്പോൾ +2 കാര്യത്തിൽ ഹൈക്കോടതി വിധി വന്നില്ലേ, ഏത് തീരുമാനമുണ്ടാകുമ്പോഴും അതിനകത്തൊക്കെ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടാകും. നിങ്ങൾ 750 ബാറുകളിൽ 63 ബാറുകൾ മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഒരു രാജ്യത്തെ ഒരു ഏറ്റവും സമ്പന്നമായ രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായ എല്ലാ ആളുകളെയും സ്വാധീനിക്കാൻ ശക്തിയുള്ള മദ്യരാജാക്കന്മാർ ഇറങ്ങി തിരിച്ചിട്ട് പോലും 700-ഓളം ബാറുകൾ കേരളത്തിൽ പൂട്ടിയിരിക്കുകയാണ്. ആ സത്യത്തിന്റെ മുമ്പിൽ ആരും കണ്ണടച്ചിട്ട് കാര്യമില്ല. അത്രയും വലിയൊരു ഗവൺമെന്റിനെ ശ്ലാഘിക്കുകയാണ് വേണ്ടത്. പിന്നെ ശ്രീ ജോണി നെല്ലൂർ ഇവിടെ പറയുന്ന കേട്ടു. ശ്രീ ഉമ്മൻചാണ്ടി ഇവിടെ കടലാസ് കഷ്ടപ്പെടുത്ത് വായിച്ചപ്പോൾ ജോണി നെല്ലൂർ അവിടെ എഴുന്നേറ്റെന്ന് പറയണമായിരുന്നു, സാർ ഇത് വിവേചനമല്ലേ, 5 സ്റ്റാർ ഹോട്ടലുകളെ കൂടി ഉൾപ്പെടുത്തിക്കൂടെ എന്ന് അദ്ദേഹം ചോദിച്ചായിട്ട് എനിക്കറിയില്ല. അതുപോലെ ബിവറേജ് ഔട്ട്ലെറ്റുകൾ
പൂട്ടി ഇടണം എന്ന് അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. പിറ്റേ ദിവസം മുതൽ ചാനലുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ആരും ഈ പറഞ്ഞില്ല, ഈ പഴുത് കടക്കണമെന്ന് പറഞ്ഞില്ല, ഈ വിവേചനത്തെക്കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഒരു വലിയ രാജ്യത്തെ സമ്പന്ന വർഗത്തിൻ്റെയും വലിയ മുതലാളിത്ത വർഗത്തിനും എതിരെയുള്ള ഒരു യുദ്ധം നടക്കുമ്പോൾ ചില പാളിച്ചകൾ സംഭവിക്കും. അത് നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയും ഇവിടെ കേരളത്തിൽ 700 ചില ബാറുകളിൽ 63 ബാറുകൾക്ക് മാത്രമേ പ്രവർത്തിക്കാൻ നാളെ മുതൽ അവസരം കിട്ടൂ. അത്തരം നടപടിയെടുത്ത ഗവൺമെന്റിനെ ഈ UDF-ന്റെ ഘടകകക്ഷികൾ, പത്രപ്രവർത്തകർ, അതുപോലെ സെബാസ്റ്റ്യൻ പോളിനെ പോലെയുള്ള എല്ലാ ആളുകളും ശ്ലാഘിക്കുക. അല്ലാതെ ഈ നാളെ 3 സ്റ്റാർ ഹോട്ടൽ തുറന്നു കൊടുക്കേണ്ടി വരും, 2 സ്റ്റാർ. തീർച്ചയായും താങ്കൾ അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിന്റെ നിലപാട് വളരെ നന്ദി. ശ്രീ അജയ് തറയിൽ, ഒപ്പം ഫാദർ പോൾ തേലക്കാട്ട്, ശ്രീ ജോണി നെല്ലൂർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ആന്റണി രാജു ചർച്ചയിൽ പങ്കെടുത്തതിന്.